ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കുന്നത് അമൃതം പൊടിയും അതേപോലെ നമ്മളെ നേന്ത്രപ്പമൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കിണത്തപ്പാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മധുരത്തിന് ഇപ്പോൾ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി അടുപ്പിലോട്ട് മാറ്റാം. ഇത് നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നൊരു പൊടിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടി തന്നെയാണിത്. അപ്പോൾ ആ ഒരു പൊടി അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു അളവിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലോ അല്ലെ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലെടുത്താൽ മതി. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിതിലോട്ട് ഇപ്പോൾ ഈ ചെറിയ സൈസിലുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു നേന്ത്രപ്പഴം എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് അമൃതം പൊടിയിലോട്ട് ഈ ചെറിയ 2 നേന്ത്രപ്പഴം ഞാനിവിടെ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ 1 മതിയാകും. ഇനി നമുക്ക് മിക്സിയിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു അരക്കപ്പോളം തേങ്ങയാണ്. അപ്പോൾ തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്താലും മതി. ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത്. അതിനുശേഷം അതിലോട്ട് ഈ ഒരു കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ അമൃതം പൊടിയും വെള്ളവും അതേപോലെ തേങ്ങയെല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 ഏലക്കായും കൂടെ ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അരക്കപ്പും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒട്ടും തന്നെ ഏലക്കായുടെ പൊടിയോ ഒന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുക്കുന്നില്ലെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷെ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ അരക്കപ്പ് അമൃതം പൊടി അതേപോലെ അരക്കപ്പ് തേങ്ങ അതിലോട്ട് ടോട്ടൽ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നുണ്ട്. അതേപോലെ മീഡിയം സൈസ് ഒരു നേന്ത്രപ്പഴം. അപ്പോൾ എത്ര ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങളും അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. നിങ്ങൾ ഏത് പാത്രത്തിലെടുത്താലും അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു തിക്കിലാണ് നമ്മളെ മാവുള്ളത്. ഇനി നമുക്ക് വേണ്ടിയത് ഒരു പാനാണ്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അമൃതം പൊടിയും പഴമായിട്ടുള്ള ആ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ കൈവെക്കാതെ കുറുക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണത്തപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി വേണമെങ്കിൽ നമ്മൾ അമൃതം പൊടി അരക്കുന്ന ആ സമയത്ത് തന്നെ 2 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് അരക്കാം. ഇപ്പോൾ ഞാനിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണത്തപ്പം തന്നെയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും നല്ലൊരു ടേസ്റ്റുള്ളൊരു കിണത്തപ്പം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ട് അരിച്ചൊഴിക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അമൃതം പൊടിക്ക് നല്ല മധുരമുണ്ട്, അതേപോലെ നേന്ത്രപ്പഴത്തിനും മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിതിലോട്ട് 2 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ 1 അച്ച് ശർക്കര എടുത്താലും മതി. ഇനി നമുക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട്. ഇങ്ങനെ ടോട്ടൽ ഞാനിപ്പോൾ മൊത്തമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 4 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് ആകുമ്പോഴത്തേക്കന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കിണത്തപ്പത്തിലോട്ട് ടോട്ടൽ 4 ഇതേപോലുള്ള സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആകും തോറും ആ എണ്ണയും കൂടെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ അതാണ് നമ്മളെ ഈ ഒരു പാകം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ആയി വന്ന സമയത്ത് നമ്മൾ നേരത്തെ വാർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട്
ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റായ സ്ട്രക്ചറിൽ കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ആക്കി എടുക്കാൻ നോക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ മാവിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ പാത്രത്തിനനുസരിച്ചൊക്കെ ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അധികം ഫ്ലെയിം ആക്കരുത്, അതേപോലെ ലോ ഫ്ലെയിം ആവരുത്, അപ്പോൾ കുറേ ടൈം പിടിക്കും ലോ ഫ്ലെയിം ആയാൽ. അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ തിക്കായി അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ചോറ് വെച്ചിട്ട് ഒരു കിണത്തപ്പം ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കിണത്തപ്പത്തിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പം തന്നെയാണ്. അതേപോലെ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പമൊക്കെ വെച്ചിട്ട് വേറൊരു കിണത്തപ്പം ചെയ്തിട്ടുണ്ട്, അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പമാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോയിട്ട് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കിണത്തപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ എന്തായാലും കഴിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കിണത്തപ്പം തന്നെയാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ ആ അമൃതം പൊടിയുണ്ട് നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്ന് കട്ടിക്ക് കിട്ടും. അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കിണത്തപ്പം വേണമെങ്കിൽ ഒരു പുഡിംഗ് ടൈപ്പ്, അതേപോലെ ഒരു ഹൽവ ടൈപ്പൊക്കെ ഉള്ള ഒരു കിണത്തപ്പാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ